ദൈവമേ, ടിക്കറ്റ് കൊടുത്ത് എടുത്തും പോയി. ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിപ്പം പുഷ്പ ടു ദ റോൾ പടം കാണാൻ വന്നിരിക്കുകയാണ്. കാണാൻ വേണ്ടിയിട്ട് ഉള്ള പോക്കിലുണ്ടോ ഇവിടെ ലക്ഷ്മി തിയേറ്ററിലാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പടം കണ്ടിട്ട് വരാം. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, നോർത്ത് പരവൂർ. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, സുഹൃത്തുക്കളെ നമസ്കാരം. പുഷ്പ കണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:58. ഓക്കെ, അപ്പോൾ സിനിമേനെ പറ്റി പറയാം. സിനിമേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ 21 മിനിറ്റാണ് പടമുള്ളത്. ഓക്കെ, ആ 3 മണിക്കൂർ 21 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്ന് മുഷിയും. അതിപ്പോൾ എത്ര ഇതായാലും ഇരുന്ന് മുഷിയും. ആ ഒരു കാര്യം ഒഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടെ. വേറൊരു കാര്യം, ഇന്ന് രാവിലെ എഴുന്നേറ്റത് പോലും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ്. പടം കണ്ടവരോ കാണാത്തവരോ ആരൊക്കെയോ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടു. പല പല പേജുകളിലായിട്ടും യൂട്യൂബിൽ കൂടെ ആയിട്ടും ഞാൻ സാധാരണ കാണാറില്ല റിവ്യൂ പടം കാണുന്നതിന് മുന്നേ. പക്ഷേ എന്തോ ഇതിനു മുന്നേ ഞാൻ കണ്ടുപോയി. അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, ടിക്കറ്റ് കൊടുത്ത് എടുത്തും പോയി ആ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ കുഴപ്പമില്ല, പടത്തിന് പോയ വിഷ്വൽസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പേഴ്സണലി എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, പടം എനിക്ക് വർക്കായി, എനിക്കിഷ്ടപ്പെട്ടു. അതിലിപ്പോൾ നിങ്ങൾ വലിയ ഇതൊന്നും പറഞ്ഞത് കാര്യമില്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതിൽ വേറൊരു വാക്കില്ല, അതിലും കൂടുതൽ എനിക്ക് പറയാനായിട്ടില്ല. പടം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം അത് എന്തിട്ട് പറയുക, ആ റിവ്യൂ കണ്ട അത്ര മോശമൊന്നുമല്ല. എല്ലാം പറയണേ, മറ്റേ സാരി എടുത്തിട്ടുള്ള സീൻ ഏത്, എന്നിട്ട് അതിന് വേറെന്തോ പേര് പറയും, ജറാക്കോ അങ്ങനെ എന്തോ പേരാണ്, ജക്കാത്ത അങ്ങനെ എന്തോ ഒരു പേരാ. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ആയാലും ക്രിഞ്ചാണെങ്കിൽ പോലും അല്ലേ, നമ്മളൊക്കെ വിനീത് ശ്രീനിവാസൻ്റെ പടമൊക്കെ കണ്ട് ഓക്കെ ആക്കുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് അതൊക്കെ ചെറിയൊരു കഞ്ചടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് വയ്ക്കാം. പിന്നെ ഇത്തിരി ഓവറായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ നമ്മുടെ രശ്മികയുടെ ഒക്കെ ഇതിങ്ങനെയൊക്കെ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായില്ല. അതെന്നിട്ട് നമ്മളിവിടെ കുടുംബശ്രീയിൽ അവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ പെണ്ണുങ്ങടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആഘോഷമുല്ലായ്മയൊക്കെ തന്നെ. പിന്നെ ഇടിച്ച പറന്നു പോണടുത്ത്
തൊട്ടാ പറന്നു പോണ സിനിമയ്ക്കകത്ത് ഇച്ചിരി കൂടുതൽ കരഞ്ഞ് കാണിച്ചെന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആലോചിക്കണം, മലയാളം പടമല്ല, തമിഴ് പടമല്ല, തെലുങ്ക് പടമാണ് അല്ലേ. അപ്പോൾ ഒരു തെലുങ്ക് പടത്തിൻ്റെ ടെംപ്ലേറ്റ് എന്തായാലും ഉണ്ടാവും പടത്തിന്, ഇല്ലേ? അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് പടം കാണാം. അല്ലാണ്ട് മറ്റേ പാസവും പ്രകൃതിയും ഒക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും പടം. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടല്ലെങ്കിലും ആവറേജിൽ ഇഷ്ടപ്പെട്ടു. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് സ്പോയിലർ ഒന്നും ആക്കണമെന്നില്ല. നിങ്ങൾ പോയി കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഓക്കെ, ഒരു വ്യൂവർ എന്ന രീതിയിൽ 10:45 പോയിട്ട് 2:15 പടം കഴിഞ്ഞത്. ഓക്കെ, 2:15 പടം കഴിഞ്ഞ് വെച്ചാൽ ഉറക്കം വരുന്നുണ്ട്, നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്, തല വേദന എടുക്കുന്നുണ്ട്. എന്നിട്ടും റിവ്യൂ പറയാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നല്ല. ഒരുപാട് നെഗറ്റീവ് റിവ്യൂ കണ്ട് എനിക്കത് കണ്ടിട്ട് എനിക്ക് കണ്ടതൊന്നല്ല പടം. ഫസ്റ്റ് പാർട്ടിൽ അവർ തമ്മിൽ വലിയ അടുപ്പത്തിലൊന്നല്ലല്ല. അപ്പം കുറച്ചൊക്കെ സെൻറ്റിമെൻറ്റ്സൊക്കെ വേണ്ടേ? വാരിക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇടണമല്ല, ആവശ്യത്തിനുള്ളൂ. ഞാൻ കണ്ടതിൽ എനിക്ക് കറക്റ്റ് മീറ്ററായിട്ട് തോന്നിയിട്ടാ. എൻ്റെ മീറ്റർ കറക്റ്റ് ആയിരുന്നു, നിങ്ങളുടെ മീറ്റർ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. എൻ്റെ ടേസ്റ്റിന് ഓക്കെ ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ കുറച്ച് പടങ്ങൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഫാർ ബെറ്റർ ദാൻ ദാറ്റ്. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്നിട്ട് പറയാം, അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണാം, നല്ല സൗണ്ടൊക്കെ ഉള്ള അടുത്ത് പോയി കാണാം, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പം എന്നാൽ ശരി, ബൈ ബൈ.